സേതുവിന്റെ പല്ലുവിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് കുറുപ്പമ്മാവന് ലക്ഷ്മിയമ്മ ആ വീട് വിട്ട് പൊന്നുമ്പടം വിട്ട് ഇറങ്ങാനുള്ള കാര്യകാരണ സാധനം പറയുവാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനും ഋതുവിനും ഒക്കെ വല്ലായ്മയായി പോയി. കാരണം ലക്ഷ്മിയമ്മ ആ വീട് വിട്ട് ഇറങ്ങിയതിന് ശേഷമാണ് പൂർണിമയെ ക്ഷേത്രത്തിൽ വെച്ച് മാന സേതുവിന്റെ അച്ഛനും മാധവമേനും താലിയാർത്തുന്നേ. പിന്നീട് അച്ഛ ചോദിച്ചു, അല്ല കുറുപ്പമ്മാവ, അപ്പൊ എന്റെ അമ്മയാണോ എല്ലാത്തിനും കാരണക്കാരി എന്ന് ചോദിക്കുകയാണ്. അമ്മ കാരണമാണോ? ലക്ഷ്മി അമ്മയും അച്ഛനും കൂടെ തെറ്റിപ്പിരിഞ്ഞെന്ന് ചോദിക്കുക. അത് കേട്ടപ്പോ കുറുപ്പമ്മാവൻ പറഞ്ഞു, പൂർണിമ ഒരിക്കലും തെറ്റുകാരിയല്ല. പൂർണിമ തെറ്റവും ചെയ്തിട്ടില്ല. സേതുവിന്റെ കല്യാണം അല്ല, മാധവമേനന്റെ കല്യാണം കഴിഞ്ഞാലും പൂർണിമ വേറെ കല്യാണം കഴിക്കാൻ തയ്യാറായില്ല. ഒരിക്കലും ഈ പറയുന്ന മാധവമേനന്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനായിട്ട് വന്നിട്ടുമില്ല. പക്ഷെ അവരുടെ മനസ്സ് നിറയും മാധവമേനനായിരുന്നു. വേറെ തനിക്കൊരു ജീവിതം വേണ്ട എന്നുള്ള മട്ടിലാണ് നിന്നെ. പിന്നീട് ലക്ഷ്മി ആ വീട് വിട്ട് ഇറങ്ങിയതിന് ശേഷം കുറെ കാലത്തിന് ശേഷമാണ് പൂർണിമയെ ചെന്ന് മാധവമേനൻ കാണുന്നേ. പക്ഷെങ്കിൽ അപ്പോഴും പൂർണിമയ്ക്ക് സമ്മതമൊന്നും ആയിരുന്നില്ല. അതിനുശേഷം മാധവമേനന് പൂർണിമയെ പറഞ്ഞ് മനസ്സിലാക്കി ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാന്ന് പറയാണ്. ഇനിയിപ്പം ലക്ഷ്മിയമ്മ വേറെ ജീവിതം നയിക്കാനായിട്ട് പോയി. പിന്നെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് മാധവമേനൻ പൂർണിമയുടെ കഴുത്തിൽ താലിയാർത്തിയത്, അതും ഒരു ക്ഷേത്രത്തിൽ വെച്ച്. അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ അച്ഛനൊക്കെ ഒരു സമാധാനമായി. അപ്പൊ തന്റെ അമ്മ തെറ്റിയെന്ന് പറയാൻ പറ്റില്ല. അമ്മ ഒരിക്കൽ സ്നേഹിച്ചിരുന്നു. പക്ഷേ എങ്കിൽ ഒരിക്കലും അവരുടെ കല്യാണം കഴിഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നിട്ടില്ല. ശല്യപ്പെടുത്താനൊന്നും ചെന്നിട്ടില്ല. കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതേ സമയത്ത് പൂർണ്ണിമ ഇതെല്ലാം കേട്ടോണ്ട് അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. പൂർണ്ണിമയ്ക്ക് വല്ലാത്തൊരു വിഷമായിരുന്നു ആ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം. തന്റെ എല്ലാ വല്ലവയ മാധവേണ്ണ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ തനിക്കിങ്ങനെ ഈ അവസ്ഥ ഉണ്ടാകത്തില്ലായിരുന്നു. തനിക്കും തന്റെ പെൺമക്കൾക്കും പുറത്തിറങ്ങേണ്ട വരത്തില്ലായിരുന്നു. ഇപ്പോഴാണ്ട് ഒന്നുമില്ലാത്തൊരവസ്ഥയില് ഋതു ആണെങ്കിൽ ഗർഭിണിയാണ്. പോരാത്തേന് അച്ചുവും ശ്രീഹരിയും ഒക്കെ ഉണ്ട്. എല്ലാവരുടെ അവസ്ഥയൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോ ഭയങ്കര ടെൻഷനായിപ്പോയി പൂർണ്ണിമയ്ക്ക്. ഒന്നാമത്തെ കാര്യം ഒരു മൈനർ അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നാ ടെൻഷൻ അധികം കൊടുക്കലെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡോക്ടർ. അങ്ങനെ നിന്ന നിപ്പില് പൂർണ്ണിമ അവിടെ മറിഞ്ഞു വീഴുവാണ്. അപ്പോഴേക്കും അവിടേക്ക് പല്ലവി വരുന്നേ. പല്ലവി കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് അകത്തേക്ക് വരുന്ന സമയത്താണ് പൂർണ്ണിമ അവിടെ കിടക്കുന്നതാണ്ട്. പെട്ടെന്ന് സേതുവേട്ടാന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ സേതു ഒക്കെ ഓടി വന്നു പോയി കഴിഞ്ഞപ്പോ പൂർണ്ണിമ ബോധമില്ലാതെ കിടക്കുന്ന പിടിക്കാൻ പറയണ. അങ്ങനെ എല്ലാരും കൂടെ കൂടി ചേർന്ന് പിടിച്ച് അകത്തോണ്ടേ കിടത്തി. മുഖത്ത് വെള്ളമൊക്കെ തളിച്ചു കഴിഞ്ഞപ്പോ ഇച്ചിരി ബോധമൊക്കെ വന്നു. അപ്പോഴേക്ക് സേതു പറഞ്ഞു, അമ്മേ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് പറയാണ്. വേണ്ട, ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകണ്ട, എനിക്ക് ഇത്തിരി കിടന്നാ മതി എന്ന് പറഞ്ഞു. പക്ഷെ സേതു സമ്മതിച്ചില്ല. സേതു പറഞ്ഞു, അമ്മേ ഹോസ്പിറ്റലിൽ പോയൊന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കി അറിയാം എന്താ പ്രശ്നമെന്ന്. അമ്മ ഇങ്ങനെ വാശി പിടിക്കില്ലെന്ന് പറഞ്ഞു. പക്ഷെ പൂർണ്ണിമ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല, അത് ക്ഷീണം കാരണം തളർന്ന് വീണാന്ന് തോന്നേ. സേതുവിന് മനസ്സിലായി ഈ വീടും കാര്യങ്ങളൊന്നും പൂർണ്ണിമയ്ക്ക് ഒട്ടും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇതുപോലത്തെ ഒരു വീട്ടിൽ കഴിഞ്ഞിട്ടില്ലല്ലോ. എന്നാലും പൂർണ്ണിമ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും സേതുവിനോ അല്ലെങ്കിൽ തന്റെ മക്കൾക്കോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്നൊക്കെ ആ മനസ്സിലുണ്ട്. പൈസ ഇല്ലാത്ത സമയമാണ്. വേറെ എങ്ങോട്ടും പോവാനും പറ്റത്തില്ലോ. അപ്പൊ 2 ദിവസമായിട്ട് ഈ അലച്ചിലും നടപ്പൊക്കെയല്ലേ, കൂടുതൽ ടെൻഷനും മനസ്സിലുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടാണ് പെട്ടെന്ന് പൂർണ്ണിമയ്ക്ക് ഇങ്ങനെ സംഭവിച്ചേ. പൂർണ്ണിമയുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നീട് കുറുപ്പമ്മാവൻ പല്ലവിയെ സേതുവും വിളിച്ചിട്ട് മാറ്റിയെടുത്തിട്ട് പറഞ്ഞു, ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ വേറൊരു വീടെടുക്കണം. നിങ്ങൾ വേറെ വീടെടുത്ത് മാറാനായിട്ട് നോക്കണം. ഋതുവിന്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, അത് ഓർക്കുമ്പോഴാ അവളീ ഒന്നിനും കൊള്ളില്ലാത്ത വീട്ടിൽ വന്ന് കിടക്കുമ്പോ അവൾ ഒന്നാമത്തെ കാര്യം പ്രഗ്നന്റും കൂടെ അല്ലേ. കുറുപ്പ് പറഞ്ഞു, അല്ല അവളിവിടെ വന്ന് കിടക്കേണ്ട കാര്യമില്ലോ. അവൾക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോലോ. അവിടെയാണെങ്കിലോ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. പല്ലവി പറഞ്ഞു, അവിടെ ചെന്നിട്ടുണ്ട് ചിലപ്പം രാജലക്ഷ്മി അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്ന് കരുതിയിട്ടായിരിക്കും അവള് പോവാത്തെ. ഞാൻ എന്തേലും ഒന്ന് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പല്ലവി പറയാണ്. ഋതുവിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു തീരുമാനം എടുക്കണം. പിന്നീട് കുറുപ്പമ്മാവൻ അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങുവാണ്. പോകുന്നതിന് മുമ്പ് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഈ സമയത്ത് അച്ചു പൂർണ്ണിമയുടെ അടുത്ത് പോയെന്ന് പൂർണ്ണിമയെ ആശ്വസിപ്പിക്കുകയാണ്. അമ്മ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഈ അവസ്ഥകളൊക്കെ മാറും, നമുക്കൊരു നല്ല കാലം വരും, നമ്മള് ഉറപ്പായിട്ടും പൊന്നുമടത്തിലേക്ക് തിരികെ കയറും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ പൂർണ്ണിമയ്ക്ക് അതൊന്നും കേട്ടിട്ടൊരു ആശ്വാസമായില്ല. പൂർണ്ണിമയ്ക്ക് അറിയാം ഇനിയിപ്പോ തനിക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല. ഈ പറയുന്ന ലക്ഷ്മി രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുക എന്നൊക്കെ അറിയായിരുന്നു. അതേസമയം ഇന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇന്ദ്രൻ പ്രതാപനെ കാണാനായിട്ട് പോയി. പുതിയ പ്ലാനുകളും പദ്ധതികളും തയ്യാറാക്കാനായിട്ട്. അവന്റെ കയ്യിലിരിപ്പ് നിസ്സാരമല്ലല്ലോ. അങ്ങനെ പ്രതാപനെ പോയി കണ്ട്
സംസാരിക്കുന്ന സമയത്ത് ഇന്ദ്രനോട് പ്രതാപൻ ചോദിച്ചു, അല്ല എന്താ ഇന്ദ്ര എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? അതെ, എനിക്ക് ചില പ്ലാനുകളൊക്കെ ഉണ്ട് മനസ്സില. പ്ലാനുകളോ? അതെ, ഇപ്പോഴാണ് അതിന് പറ്റിയ സമയം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാല് എനിക്കൊന്നും മനസ്സിലായില്ലോ എന്ന് പറഞ്ഞു. "ഹും, അതെ, അധികം വൈകാതെ തന്നെ ഒരു കൊല നടക്കുമെന്ന് പറയണം." കൊലയോ? ആരെ കൊല്ലുന്ന കാര്യം എന്തിനാ പറയണേ? അത് കേട്ടഞ്ഞിപ്പോ ഇന്ദ്രന് നല്ല ടെൻഷനുണ്ട്. ദൈവമേ, ഈ മുമ്പത്തെ പോലെ എങ്ങാനും എന്തേലും അപകടം വരുത്തി വെക്കുവോ? താനും കൂടെ കുടുങ്ങുന്ന കാര്യമാണ്. അപ്പോഴേക്കും പറഞ്ഞു, അത് കൊല ചെയ്യാൻ പോകുന്ന ആളാരെന്നറിയോ? വേണുഗോപാലൻ. ഹും, കൊല ചെയ്യപ്പെടുന്നോ മഹാലക്ഷ്മി ആയിരിക്കും എന്ന് പറയണ. മഹാലക്ഷ്മിയോ? ഇത് കേട്ടപ്പോ പ്രതാപൻ ഒന്ന് ഞെട്ടി. അതെ, മഹാലക്ഷ്മി. പക്ഷേ എങ്കില് പ്രതി ആരെന്നറിയാവോ? സേതുമാധവൻ എന്ന് പറയാ. അതെങ്ങനെയാ? എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ വഴിയേ മനസ്സിലാക്കിക്കോളും. അങ്ങനെയാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. ഉറപ്പായിട്ടും അത് നടക്കണം, നടന്നേ മതിയാവുള്ളൂ എന്ന് പറയണം. ഹും, അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകളും തന്ത്രങ്ങളും ഒക്കെ ഞാനിവിടെ എന്താണെങ്കിലും തയ്യാറാക്കി കഴിഞ്ഞു. ഉറപ്പായിട്ടും അധികം വൈകാതെ നടക്കുമെന്ന് പറയണം. മഹാലക്ഷ്മി കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ വൈരാഗ്യം മൂലമാണ് സേതു അത് ചെയ്തതെന്ന് പറഞ്ഞു വരുത്താനായിട്ട് എളുപ്പമാണ്. അപ്പൊ അതിന്റെ പേരില് സേതുവിനെ അകത്ത് കൊണ്ടേ ആക്കുകയും ചെയ്യാം. സേതു അകത്ത് കിടക്കും. എന്റെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാവും. അവൻ എങ്ങനെയും പല്ലവിനെ സ്വന്തമാക്കണമെന്നൊരാഗ്രഹം. ഇപ്പോഴും പല്ലവി അവന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഡോക്ടർ ഋതുവിനോട് പ്രത്യേകം പറഞ്ഞ അവന് പല്ലവി താമസിക്കുന്ന ഏത് സറൗണ്ടിങ്സിലാണോ ആ ചുറ്റുപാടി താമസിക്കാനായിട്ടാ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അത് ഋതുവിന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഇന്ദ്രൻ ഇങ്ങനെ ഇവരോടൊപ്പം പോവാതെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇന്ദ്രൻ പണ്ടേ ഇവിടെ വിട്ടു പോയേണം. പല്ലവി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ദ്രൻ ഇങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുന്നത്. ഇതേ സമയത്ത് ഋതു അച്ചും പല്ലവിയും കൂടെ സംസാരിക്കണം. അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, പൂർണ്ണിമയ്ക്ക് വയ്യാതെയായി. ഇനിയിപ്പോ എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല. ഋതു പറഞ്ഞു, എനിക്ക് അമ്മയുടെ കാര്യം ഓർത്തിട്ട ടെൻഷൻ. അച്ഛനൊക്കെ അത് തന്നെയായിരുന്നു. ഒടുവിൽ പല്ലവി പറഞ്ഞു, അതെ, എനിക്കൊരു സ്ഥലം വരെ പോണമെന്ന് പറയാം. നിന്റെ കാര്യത്തിലെങ്കിലും എനിക്കൊരു തീരുമാനം എടുക്കേണ്ട ഋതു. നീ പ്രഗ്നന്റും കൂടെ അല്ലേ? അത് മാത്രമല്ല ആ ഇന്ദ്രന്. അത് കേട്ടപ്പം ഋതു പറഞ്ഞു, അവന്റെ കാര്യം മിണ്ടാതിരിക്കുന്ന പല്ലവി നല്ലത്. അല്ലെങ്കിലും അവൻ ഒരിക്കലും എന്നെ ഒരു ഭാര്യയായിട്ട് കണ്ടിട്ടില്ല. ഇത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു, അതങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ശരിക്കും പറഞ്ഞാല് നിങ്ങൾ താമസിക്കേണ്ട ഇന്ദ്രപ്രസ്ഥത്തിലല്ലേന്ന് ചോദിച്ചു. ഇന്ദ്രപ്രസ്ഥത്തിലൊക്കെ തന്നെയാ. പക്ഷേങ്കിൽ അറിയാലോ, അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും ശരിയാകത്തില്ല. ഞാനും അവരുമായിട്ട് ആ രാജലക്ഷ്മിയായിട്ട് ചേരത്തില്ല എന്ന് പറഞ്ഞു. പിന്നീട് പല്ലവി പറഞ്ഞു, എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്ചു ചോദിച്ചു, എവിടെ ചേച്ചി? പൊന്നിമടത്തിലേക്കാണോന്ന് ചോദിച്ചു. തൽക്കാലത്തേക്ക് പൊന്നിമടത്തിലേക്കല്ല, വേറൊരു സ്ഥലം വരെ എനിക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പല്ലവി ഇറങ്ങുവാണ്. പല്ലവി ഒരു ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് നേരെ പോകുന്നേ ഇന്ദ്രപ്രസ്ഥത്തിലേക്കാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം രാജലക്ഷ്മി അവിടെ ഉണ്ടായിരുന്നു. പല്ലവി ഓട്ടോറിക്ഷ ഇറങ്ങി ചെല്ലുന്നിടപ്പോൾ രാജലക്ഷ്മി ഇങ്ങനെ നോക്കി, ഇവളെന്തിനാണോ വരുന്നത് എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ പല്ലവി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രാജലക്ഷ്മി ചോദിച്ചു, എന്താന്ന് ചോദിക്കുകയാണ്. അതെ, എനിക്ക് അല്പം സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു. ആരെന്നോടോ? അതെ. അല്ല, കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞില്ല. പിന്നീട് പൊന്നുമടത്തിൽ നിന്ന് ഋതുവും ഒക്കെ ഇറങ്ങിയ കാര്യങ്ങളൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ രാജേഷ് പറഞ്ഞു, അല്ലെങ്കിലും അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാ. ഗർഭിണിയാണെങ്കിലും അവൾക്ക് അഹങ്കാരം കൂടുതലുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ പല്ലി പറഞ്ഞു, അങ്ങനെ പറയരുത്. നിങ്ങളുടെ മകന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിലുള്ളത്. അറിയാലോ, പാറുവിന്റെ വയറ്റൊരു കുഞ്ഞുള്ള പോലെ തന്നെ അവളുടെ വയറ്റൊരു കുഞ്ഞുണ്ട്. ഈ സമയത്ത് അവളെ നോക്കേണ്ട കടമയും കാര്യങ്ങളും നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രാജലക്ഷ്മി പറഞ്ഞു, അതിന് അവൾ ഇവിടെയല്ലല്ലോ. അവള് പൊന്നും പടത്തിലല്ലേന്ന് ചോദിക്കണം. പിന്നെ എന്താ, ഞാൻ അവിടെ വന്ന് നോക്കണം എന്നൊക്കെ ചോദിച്ചു. ആ സമയത്ത് പല്ലവി പറഞ്ഞു, അതൊന്നും അല്ല സത്യാവസ്ഥ. ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ പറയണം. പിന്നീട് പറഞ്ഞു, അതെ, ഋതുവിനെ ഇന്ദ്രനെയും കൂടെ ഇങ്ങോട്ടേക്ക് വിളിക്കണം. അവരിവിടെ വന്ന് താമസിക്കട്ടെ. കാരണം ഋതുവിനെ അവിടെ വന്നിട്ടുണ്ട് സെറ്റ് ആവലെന്നുള്ള കാര്യം പല്ലവിക്ക് നന്നായിട്ടറിയാം. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ രാജലക്ഷ്മി പറഞ്ഞു, ഇപ്പോഴെന്താ ഇങ്ങനെ പുതിയൊരു തോന്നല്? അതെ, ഞങ്ങൾ ഇവിടെ മനസമാധാനത്തോടെ കൂടി കഴിയുക. ഇനി ഞങ്ങളുടെ ഉള്ള മനസമാധാനം കെടുത്താൻ നിൽക്കരുത്. ഞാനും പാറും വിഷുവൊക്കെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും പല്ലവി ചോദിച്ചു, അല്ല, ഋതു വന്നാലോണോ പ്രശ്നം എന്ന് ചോദിച്ചു. ഋതു വന്നാലോ? എനിക്കെന്തോ അവളെ തീരെ അങ്ങോട്ട് പിടിക്കണില്ല എന്ന് പറയണം. അവൾ ഇത്തിരി അഹങ്കാരിയാന്ന് പറയാ. പാറിനെ പോലെ ഒന്നുമല്ല അവളുടെ സ്വഭാവം. അതുകൊണ്ടാ അവൾ ഇവിടെ വന്ന് നിൽക്കാത്തെ. പിന്നെ ഇവിടെ ആരൊക്കെ വന്ന് എന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. നേരെ ചൊവ്വൻ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഇത്തിരി സമയം രാജലക്ഷ്മിയായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് പല്ലവി പാറുവിനെ കാണാൻ ചെല്ലുന്നത്. അങ്ങനെ പാറുവിനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് ഋതുവിനെ കുറിച്ചൊക്കെ പറയണം. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ പാറു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഋതു ചേച്ചി ഇങ്ങോട്ടേക്ക് വരട്ടെ, ഇവിടെ വന്ന് നിൽക്കട്ടെ, ഞാനുണ്ടല്ലോ. അതുകൊണ്ട് ഋതു ചേച്ചിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞാനും പ്രഗ്നന്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞാണ്. അത് കേട്ടുകഴിഞ്ഞപ്പോ പല്ലവി പറഞ്ഞു, ഞാൻ അവളോടൊന്ന് പറഞ്ഞു നോക്കാം. ഈ ഒരു അവസ്ഥയില് നിനക്കറിയാലോ
എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പാറു പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ ചേച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിടാൻ നോക്ക്. ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പണ്ടത്തെ സ്വഭാവമൊന്നും അല്ല അമ്മയ്ക്ക്. അമ്മയ്ക്ക് ഒത്തിരി മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അമ്മയാണെന്ന് നോക്കിക്കോളൂ എന്നൊക്കെ പല്ലവിയോട് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നത്. ഇനിയിപ്പോ എന്തായി തീരുമെന്ന് അറിയത്തില്ല. കാരണം ഇന്ദ്രൻ പുതിയ പ്ലാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന ലക്ഷ്മി അമ്മയെ കൊല്ലാനായിട്ടാ. പക്ഷെ അങ്ങനെയൊക്കെ നോക്കിയെന്ന് പറഞ്ഞാലും ആ പ്ലാൻ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒടുവില് ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളെന്ന് പറഞ്ഞ പോലെ ഇന്ദ്രനിട്ട് നല്ല നല്ല പണി കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.